ഞങ്ങളിവിടെ തൃശ്ശൂര് ഞങ്ങളുടെയൊക്കെ അഭിമാനമായ ടൗൺ ഹാളിന്റെ മുമ്പിലാണ് ഇവിടെ നിൽക്കുന്നത്. ഈ ടൗൺ ഹാളിന്റെ മുമ്പില് ഇവിടെ ഞങ്ങളൊക്കെ യാത്ര ചെയ്തിരുന്ന ഈ ഒരു പടിയുടെ ഇവിടെ വലിയ റോഡ് എന്തുമാത്രം പൈസ മുടക്കിയിട്ടാണ് ആ റോഡ് ഇവിടെ കൊണ്ടുവന്നിട്ടെന്ന് അറിയില്ല. പക്ഷെ ആ റോഡ് ആഴ്ചകളാകുമ്പോഴേക്കും ആ റോഡുകൾ ഇവിടുന്ന് അപ്രത്യക്ഷമായി. ഈ റോഡുകൾ 2 ദിവസം ഇവിടെ കയറ്റിയിട്ടുണ്ടായിരുന്നു. ആ റോഡ് ഇപ്പം ആരോ വിറ്റ് ഫുഡ് അടിച്ചു. നമ്മൾ മനസ്സിലാക്കണം, ഈ റോഡ് ഇവിടുന്ന് മാറ്റി കഴിഞ്ഞിട്ട് ഇവർ ചെയ്തിരിക്കുന്നത് ഇത് നോക്കൂ. ഇത് നമുക്ക് ഇവിടുന്ന് കണ്ടില്ലേ, മണ്ണാണ്. ഈ മണ്ണ് ഇതിൻ്റെ ഉള്ളിലേക്ക് പോകാൻ എത്ര സമയം വേണം? അത് പോയി കഴിഞ്ഞാൽ ഇവിടെ പിന്നെ ചാലാണ്. പക്ഷെ ആ ചാല് ക്ലോസ്ഡ് ആയി. ഇത് ചാല് ക്ലോസ്ഡ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ചാല് ഇവിടെ ക്ലോസ്ഡ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നോക്കിയേ, ഇത്ര നല്ല റോഡ് പണിതിട്ട് എന്താ കാര്യം? ഈ റോഡിൽ മുഴുവൻ വെള്ളമാണ്. ഇതിലെ ആൾക്കാർക്ക്, കാൽനടക്കാർക്ക് യാത്ര ചെയ്യാൻ പറ്റില്ല. ഇവിടെ ഫുട്പാത്തിന് വരെ വെള്ളം കയറി നിൽക്കും. ഇവിടെ വാഹനങ്ങൾക്കൊന്നും പോകാൻ പറ്റില്ല. ഇങ്ങനെയുള്ള ഈ അവസ്ഥയിൽ ഈ സംവിധാനങ്ങൾ ഇങ്ങനെയാക്കിയിടേൻ, എന്നാൽ ഇതിനു വേണ്ടി ഇത്രയും പൈസ ചെലവാക്കുകയും ചെയ്യുന്നതിന്റെ കാരണം ഞങ്ങൾക്ക് പിടികിട്ടുന്നില്ല. അതുപോലെ തന്നെയാണ് 3 കോടി ചെലവാക്കിയിട്ടാണ് നമ്മുടെ ഈ അഭിമാന സംരംഭമായ ഈ ടൗൺ ഹാള് പെയിന്റ് അടിച്ചത്. നോക്കൂ, ഇവിടെ തൊട്ടടുത്ത് തന്നെയുള്ള ഒരു പള്ളി 15 വർഷത്തെ ഗ്യാരണ്ടിയിൽ 15 ലക്ഷം രൂപയ്ക്കാണ് ഇതിനേക്കാൾ വലിയൊരു സ്ഥാപനം പെയിന്റ് അടിച്ചത്. ഒരു 30 ലക്ഷം പോലും ഇല്ല ഇതിന്റെ എല്ലാ സംവിധാനങ്ങളും മാറ്റിക്കൊണ്ട് ഈ കാര്യങ്ങൾ ചെയ്യാനായിട്ട്. ഇന്ന് ഏഷ്യൻ പെയിന്റ്സ് തൊട്ട് ഒരുപാട് പെയിന്റുകളുടെ പരസ്യം നമ്മൾ കാണുന്നുണ്ട്. പൂപ്പലെ വിട, പായലെ വിട, ഒന്നുമില്ല. ഇവിടെ പൂപ്പലും പായലും പിടിച്ചിട്ടാണ് നിങ്ങളിപ്പോ കാണുന്നില്ലേ. ഇതിന്റെ അടി കൂടെ നമുക്ക് മനസ്സിലാക്കാം. ഇവിടെ മൊത്തം മക്കിട്ടൊക്കെ വെച്ചിരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ 3 കോടി പെയിന്റ് അടിക്കാൻ ചെലവഴിച്ചിട്ടാണ് ഈ വൃത്തികേട് ഇവിടെ കാട്ടി വെച്ചിരിക്കുന്നത്. ഇത്രയും അഭിമാന സ്തംഭമായ ഈ ഒരു ടൗൺ ഹാള് ഇതുപോലെ മേയർ അടക്കം എല്ലാവരും എന്തുമാത്രം കട്ടു എന്നുള്ളതിന്റെ ഒരു ഉദാഹരണമാണ് നമ്മളിവിടെ കാണുന്നത്. ഇത്തരം അഴിമതിക്കെതിരെ പോരാടാൻ തന്നെയാണ് നമ്മളുടെ ഉദ്ദേശം. അങ്ങനെ പോരാടുന്നതിന് നമ്മളെ എല്ലാവരും സാധാരണക്കാര് ഒറ്റക്കെട്ടായി നിന്നാൽ ഇത്തരം അഴിമതികൾ നമുക്ക് നിർത്തലാക്കാൻ പറ്റും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ഈ പായലും ഈ പൂപ്പലും ഈ മക്കിട്ട അവസ്ഥയും വാതിലുകൾ വരെ കുമ്മായി അടിച്ചു വെച്ചിരിക്കുകയാണ്. വാതിലുകളുമേ കുമ്മായി അടിച്ചാൽ പറ്റില്ല എന്നുള്ളത് നമ്മുടെ വീടുകൾക്ക് പോലും, നമ്മുടെ തൊഴുത്തിന് പോലും നമ്മൾ ഈ വൃത്തികേട് കാണിക്കില്ല. അതാണ് ഇപ്പോൾ ഇവരിവിടെ കാണിച്ചു വെച്ചിരിക്കുന്നത്. ഇതൊക്കെ നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾ വിലയിരുത്തുക. നമ്മൾ സാധാരണക്കാര് പ്രതികരിക്കാത്തോടത്തോളം കാലം ഇത്തരം അഴിമതികൾക്ക് ഇങ്ങനെ കുന്നുകൂടി നടന്നുകൊണ്ടിരിക്കും. ഈ അറ്റം മുതൽ ആ അറ്റം വരെ മുഖ്യമന്ത്രി തൊട്ട് മുഖ്യമന്ത്രിയുടെ കുടുംബക്കാർ തൊട്ട് നമ്മുടെ ഓരോ ഉദ്യോഗസ്ഥരും മേയർ കൗൺസിലർമാർ വരെ ഇത്ര അഴിമതിക്കാരാവുന്നതിന്റെ കാരണം നമ്മളൊക്കെ തന്നെയാണ്. നമ്മുടെ പ്രതികരണം ഇല്ലായ്മയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ പറയുന്നത്. താങ്ക് യു.